കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, ടെറസിന് മുകളിൽ ചുരക്ക ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഇന്നിപ്പോൾ ഞാൻ അതിൻ്റെ വിളവെടുപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതെല്ലാം ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ എന്ന് കരുതിയിട്ടാണ്. കാരണം കൃഷി ചെയ്യാനൊന്നും സ്ഥലമില്ല എന്ന് പറഞ്ഞ് മടി പിടിച്ചിരിക്കുന്നവർക്ക് ഇതൊരു പ്രചോദനമാകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ കാണിച്ചു തരുന്നത്. നമുക്ക് സ്ഥലം ചുറ്റുപാടും നമ്മുടെ വീടിന് ചുറ്റും സ്ഥലം വേണമെന്നില്ല കൃഷി ചെയ്യാനായിട്ട്. നമ്മുടെ ടെറസിലായാലും എല്ലാ തരം കൃഷികളും ചെയ്തെടുക്കാവുന്നതാണെന്നാണ് ഞാനിപ്പോൾ പല വർഷങ്ങളിലായിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. എല്ലാ പച്ചക്കറികളും ഞാനിപ്പോൾ ടെറസിന് മുകളിൽ കൃഷി ചെയ്തിട്ട് പല പ്രാവശ്യങ്ങളായിട്ട് പല വീഡിയോകളിലൂടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടോ. ഈ ലാസ്റ്റ് കാണിക്കുന്നത് ഇപ്പോൾ കാണിക്കുന്നത് ചുരക്കയുടെ വീഡിയോ ആണ് കേട്ടോ. കാരണം ചുരക്കയാണ് ഇപ്പോൾ ടെറസിന് മുകളിൽ ഉണ്ടായി കിട്ടിയിരിക്കുന്നത്. ധാരാളമായിട്ട് ഉണ്ടായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനത് ഇന്ന് വിളവെടുത്തിട്ട് എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾക്കും പലർക്കുമായിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് 6 ചുരക്കയാണ് കേട്ടോ വിളവെടുക്കാനായിട്ട് സാധിച്ചത്. ബാക്കി ഇനിയും കിടക്കുന്നുണ്ട് മൂത്ത് കിട്ടുന്നതിന് വേണ്ടി. അവയെല്ലാം പാകമാകുന്നതനുസരിച്ചിട്ട് ഞാൻ വിളവെടുക്കുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ വീട്ടിൽ ഉണ്ടായി കിട്ടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം നമ്മൾ രാസവളങ്ങളൊന്നും ചേർക്കാതെയാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത്. നമ്മുടെ വരും തലമുറയുടെ ആരോഗ്യം നമ്മുടെ ഏറ്റവും ഒരു പ്രധാനമായ ഘടകമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൃഷി ചെയ്തിട്ട് ചെറിയ രീതിയിലായാലും കിട്ടുന്ന വിളവ് വളരെയധികം സന്തോഷമാണ്. നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണല്ലോ. അപ്പോൾ ഏവർക്കും ഇതൊരു പ്രചോദനമാവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ പിന്നെയും ഈ വീഡിയോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇന്ന് വിളവെടുത്ത 6 ചുരക്കയാണ് കേട്ടോ ഈ കാണുന്നത്. രാസവളങ്ങളൊന്നുമില്ലാതെ വീട്ടിലുണ്ടാകുന്ന അടുക്കളയിലുണ്ടാകുന്ന വേസ്റ്റും അത് കൂടാതെ ഉണക്ക ചാണകപ്പൊടിയുമാണ് ഇതിന് വളമായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓരോ വള്ളിയിലും നിറച്ച് കായ്കളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ചുരക്ക ചെടിയുടെ പൂക്കള്, നല്ല വെളുത്ത നിറത്തിലുള്ള പൂക്കൾ. ഇതൊരു 6:30 കഴിയുമ്പോഴേക്കാണ് പൂ വിരിയാനായിട്ട് തുടങ്ങുന്നത്. പെൺപൂക്കളാണ് കേട്ടോ. അടിഭാഗം വീർത്തിരിക്കുന്നതും പൂവിൻ്റെ അടിഭാഗം വീർത്തിരിക്കുന്നതാണ് കണ്ടോ. ഇതൊരു പെൺപൂവാണ് കേട്ടോ. അപ്പോൾ അടിഭാഗം വീർത്തിരിക്കുന്നത് കണ്ടാൽ മനസ്സിലാക്കാം നമുക്കതൊരു പെൺപൂവാണെന്നും അത് കായായി മാറുമെന്നും.